ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മുതൽ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് ഒരു PYQ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും കൂടെ കൂടുക. PYQ ചെയ്യുന്നത് കൊണ്ടും അത് ഒട്ടും സമയമില്ലാത്തവർ അത് കേൾക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഡെയിലി ഓരോ PYQ വെച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിലൂടെ അത് പ്രൊവൈഡ് ചെയ്യും. വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഇല്ലാത്തവർക്ക് ഇനി ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ലഭ്യമാണ്. അതിൽ പോയി സെർച്ച് ചെയ്തെടുക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഞാൻ പറയുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ അന്ന് തന്നെ ഞാൻ എൻ്റെ ഗ്രൂപ്പിലും ഇട്ട് തരുന്നതാണ്. ഒട്ടും സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട്. ഡെയിലി നിങ്ങൾ ഒട്ടും സമയമില്ലാത്തവർ, അത് വീട്ടമ്മമാരായാലും കുഞ്ഞുങ്ങളെ നോക്കുന്നവരായാലും, ഇത് വോയിസ് കേൾക്കാൻ കഴിയുന്നവരിത് കേൾക്കുക. നിങ്ങൾക്ക് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാകൂ. ഒരു ക്വസ്റ്റ്യനെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അത് PYQവിൽ നിന്ന് വരുമ്പം നിങ്ങൾക്ക് അത് കിട്ടുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. പിന്നെ ഞാനിത് ചെയ്യുന്ന സമയത്ത് പുറത്ത് ചെറിയ ചെറിയ സൗണ്ടുകൾ ഉണ്ടാകും, അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നിസ്സഹരണ സമരമാണ്. അപ്പം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? നിസ്സഹരണ സമരം. താഴെ പറയുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികൾ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം, വിചാരണ കൂടാതെ തടവിലാക്കാം. ആൻസർ സി ആണ്, കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം. അപ്പം റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതിയിൽ രഹസ്യ വിചാരണ നടത്താം, വിചാരണ കൂടാതെ തടവിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂന സന്ധി ഡോക്ടർ BR അംബേദ്കറുമായി ബന്ധപ്പെട്ടതാണ് പൂന സന്ധി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ആണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം. താഴെ തന്നിരിക്കുന്ന സൂചനയിൽ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ സി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ പെടാത്തത് ഏത്? നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതിൽ തെറ്റായ ആൻസർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു എന്നുള്ള ഓപ്ഷൻ സി ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ഡി 42ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പാർലമെൻറ്റ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി മൗലിക കടമകൾ. സമപന്തിഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സമപന്തിഭോജനം നടത്തിയത് അയ്യ വൈകുണ്ഠസ്വാമികളാണ്. ഓപ്ഷൻ സി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പിസ്വാമികളുടെ കൃതി ഏതാണ്? ഓപ്ഷൻ എ വേദാധികാര നിരൂപണമാണ് ചട്ടമ്പിസ്വാമിയുടെ കൃതി എന്ന് പറയുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണ്? ഓപ്ഷൻ ഡി മഹാത്മാ അയ്യൻകാളിയുടെയാണ് വാക്കുകളാണിത്. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സവർണ ജാഥ ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം? ഓപ്ഷൻ സി ആലുവ. ആലുവ സർവമത സമ്മേളനം. എന്താണ് ബന്ധു ക്ലിനിക്ക് എന്നുകൊണ്ട് പറയുന്നത്? ഓപ്ഷൻ ബി അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇത് ഏത് മലയാള പത്രത്തിൻ്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ ഡി മാതൃഭൂമിയാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ഓപ്ഷൻ ബി.
സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി BR അംബേദ്കർ. ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയി. 20ാമത്തെ, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ഓപ്ഷൻ സി BR അംബേദ്കർ. വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെൻറ്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ എ ന്യൂഡൽഹി. ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഓപ്ഷൻ എ ഭൂഷൺ രാമകൃഷ്ണ ഗവായി അല്ലെങ്കിൽ BR ഗവായി. ഇപ്പോൾ വീണ്ടും മാറി. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സൂര്യകാന്ത് ആണ്, ജസ്റ്റിസ് സൂര്യകാന്ത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര. താഴെ തന്നിരിക്കുന്നതിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ് കൃഷി, മത്സ്യബന്ധനം, കന്നുകാലി. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുത്താത്തത് ഓപ്ഷൻ ഡി ഗതാഗതമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ അത് പറഞ്ഞല്ലോ, കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ പശ്ചിമഘട്ടം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു? ഹോർത്തൂസ് മലബാറിക്കസിൽ 742 സസ്യങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ ഡി 28ാമത്തത്, സുബ്രഹ്മണ്യ ഭാരതി ഏതു ഭാഷയിലെ സാഹിത്യകാരനാണ്? ഓപ്ഷൻ ബി തമിഴ്. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏതാണ്? പൊതുമേഖലാ ബാങ്ക്, സഹകരണ ബാങ്ക്, സ്വകാര്യ ബാങ്ക്, വിദേശ ബാങ്ക്. ഓപ്ഷൻ ബി ആണ് ആൻസർ, സഹകരണ ബാങ്ക്. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി? ഓപ്ഷൻ അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 30 എന്ന് പറഞ്ഞാൽ ഡിലീറ്റഡ് ആണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് എൻ്റെ കേരളം എന്നും സുന്ദരം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി കേരളം. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ഓപ്ഷൻ സി ജാർഖണ്ഡ്. മൗസീം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? മൗസീം എന്ന് പറയുന്ന ഒരു അറബി പദമാണ്, അതിൻ്റെ അർത്ഥം ഋതുക്കൾ എന്നാണ്. ഓപ്ഷൻ ബി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏത്? ഓപ്ഷൻ സി ഗോദാവരി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ്? ഓപ്ഷൻ സി കറുത്ത മണ്ണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? പടിഞ്ഞാറ് അറബിക്കടൽ. ഓപ്ഷൻ ബി. ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ എ ആരാവലി നിരകൾ. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ പെടാത്ത. കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുമ്പോഴേ മലനാട്, ഇടനാട്, തീരപ്രദേശമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഉത്തരമഹാസമതലം. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഖാരിഫ് വിളയാണ്? ഓപ്ഷൻ സി നെല്ല്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? 3 നദികളാണ്, കബനി, ഭവാനി, പാമ്പാറ്. ഇതിൽ ആൻസർ ഓപ്ഷൻ ഡി പാമ്പാറ്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. താഴെ പറയുന്നവരിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഓപ്ഷൻ എ പശ്ചിമഘട്ടം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ വിനോദ നികുതി. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ഭൂപ്രകൃതി വിഭാഗം? ഇതും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡിലീഷനായിരുന്നു ഫൈനൽ ആൻസർക്ക്. ജലസ്രോതസ്സുകളുടെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. 47 സി ആണ് ഓപ്ഷൻ. ഇനി ഞാൻ ഒഴുകട്ടെ. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരാണ്? ഓപ്ഷൻ ബി സുഭിക്ഷ കേരളം. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? ഓപ്ഷൻ എ വൈഫ് ഓഫ് സൂര്യവംശി.
ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം JC ഡാനിയൽ അവാർഡ് 2025 ജേതാവ്. അതും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം നേടിയ ജില്ല ഓപ്ഷൻ ബി കൊല്ലം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ഓപ്ഷൻ സി വിഴിഞ്ഞം. മനുഷ്യ ശരീരത്തിൽ ഉദരത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്ത്? ഓപ്ഷൻ സി ഡയഫ്രം. ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിട്ടിരിക്കുന്ന ജോഡികളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അത് ഓപ്ഷൻ ഇ ആണ്, മുളക് ഉജ്ജ്വല. ബാക്കിയെല്ലാം തെറ്റാണ്. 55 മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടെ ആണ്? എ മസനോബു ഷിക്കുവോക്കയുടെ വാക്കുകളാണിത്. ഇനി ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ്? ഓപ്ഷൻ സി 20.9%. താഴെ പറയുന്നതിൽ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? വൈറ്റമിൻ സി ആണ്. ഓപ്ഷൻ ഡി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി MS സ്വാമിനാഥൻ. കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതമെന്ന ആത്മകഥ? ഓപ്ഷൻ എ കല്ലേൻ പൊക്കുടൻ. ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യതമ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം? ഓപ്ഷൻ സി 8. താഴെ തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിൻ്റെ ധാതു ഏത്? ഓപ്ഷൻ സി ക്രയോലൈറ്റ്. ഒരു കലോറി = ജൂള്. ആൻസർ ഓപ്ഷൻ ബി 4.2. പാമ്പ് ഇരപിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു? ഓപ്ഷൻ എ തറയിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ്? ഓപ്ഷൻ ഡി കിലോഗ്രാം. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര് എന്ത്? വീനസ്. ഓപ്ഷൻ ഡി വീനസ് ഓർബിറ്റർ മിഷൻ. താഴെ തന്നിരിക്കുന്നവരിൽ 2024 രസതന്ത്ര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര്? ഓപ്ഷൻ സി ഹാൻ കാങ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ഓപ്ഷൻ ബി ലെപ്റ്റോസ്പൈറ. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം? അതും ഡിലീറ്റഡ് ആയിരുന്നു. എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെ? ഓപ്ഷൻ സി HIV ബാധിതരായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥയാണ്? ഓപ്ഷൻ എ ഹീമോഫീലിയ. അടുത്ത ക്വസ്റ്റ്യൻ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏത്? ഫാറ്റി ലിവർ, തിമിരം, മന്ത്, ശ്വാസകോശ ക്യാൻസർ. അപ്പം ഓപ്ഷൻ ഡി ശ്വാസകോശ ക്യാൻസറാണ് ആൻസർ. അടുത്തത് ക്ഷയരോഗബാധയെ തുടർന്ന് ഉപയോഗിക്കുന്ന വാക്സിനാണ്? എല്ലാവർക്കും അറിയാം, 72B BCG വാക്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി മലേറിയയാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആരോഗ്യകിരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ ആണ് ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം. ബാക്കിയെല്ലാം ആർദ്രം മിഷനിൽ വരുന്നതാണ്. ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ, PHCകളെ FHSCകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക, ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധ പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം? ഓപ്ഷൻ ഡി ചൈനയാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം? ഓപ്ഷൻ എ കേരളമാണ്. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്? ഓപ്ഷൻ ബി തിരുവനന്തപുരം നോർത്ത്. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിലെ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കു കപ്പലാണ്? ഓപ്ഷൻ ബി
MSc ക്ലോഡ് ഗിറാർഡെറ്റ്. അപ്പം 80 ക്വസ്റ്റ്യൻ GK നോക്കി. ഇനി നിങ്ങൾക്ക് മാത്സ് ആൻസറോ സൊല്യൂഷനോ ഒക്കെ വേണമെങ്കിൽ എനിക്ക് കമൻ്റ് ഇടുക, ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി തരുന്നതായിരിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പറും അന്നന്ന് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലിടും, മാർക്ക് ചെയ്യാത്തത്. അത് നിങ്ങൾക്ക് OMR ആയിട്ട് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ആൻസർ പറയുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് മാർക്ക് നോക്കി തെറ്റിയത് എഴുതിയെടുക്കുക. തെറ്റിയത് എഴുതിയെടുത്തിട്ട് അത് റിവൈസ് ചെയ്യുക. പിന്നെയും പഠിക്കുക. വീണ്ടും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എപ്പോഴെങ്കിലും കിട്ടും. നിങ്ങൾക്ക് ഗ്രാജ്വലി മാർക്ക് കൂടും. പിന്നെന്താ പറയുക, ടോപ്പിക് വൈസ് ഫോക്കസ് ഏരിയ ഏതാണെന്ന് കണ്ടെത്തി അത് പഠിക്കുക. വീക്കായിട്ടുള്ള ഏരിയ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുക. ഇപ്പം നമ്മൾ LGS ലെവലിലാണ് തുടങ്ങിയേക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് LD ലെവൽ നോക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ മാർക്ക് ചെയ്യാത്തത് നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് വഴി തരും. ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യുമ്പം മാർക്ക് ചെയ്ത് പോവുക. അപ്പം ശരി, എന്നാൽ താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. PYQ നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ, അത് ഞാൻ വാക്ക് തരുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. വരുന്ന LGSന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ കിട്ടുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. താങ്ക് യു.